ഇതൊരു നാടൻ കോഴിക്കറിയുടെ വീഡിയോ ആണ്. നാട്ടുകോഴി, നാടൻ കോഴി എന്നൊക്കെ പറയാം. ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഇത് കുക്കറിലാണ് വേവിക്കുന്നത്. അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് സവാള, കൊച്ചുള്ളി, ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളം, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ കൂടെ ചേർത്ത് കുക്കറിൽ ഒരു 6-7 വിസിലടുപ്പിച്ച് ചിക്കൻ മുറിക്കുമ്പോൾ അറിയാം നമുക്കത് മുറ്റിയതാണോ എന്താ. അമ്മ എങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ അമ്മയോട് പറഞ്ഞ മാതിരി ചെറുതാണെന്ന് തോന്നുന്നു. അപ്പം അമ്മ പറഞ്ഞ അല്ല, ഇത് ഇച്ചിരി പ്രായമായ കോഴിയാണ്, അപ്പോൾ ഇച്ചിരി 6-7 വിസിൽ വേണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് 3ാമത്തെ പ്രാവശ്യമാണ് കഴിക്കുന്നത്. ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ചിക്കനല്ല, ഇത് വെച്ച് അങ്ങനെ പരീക്ഷണങ്ങളൊന്നും ചെയ്യാറില്ല. പക്ഷെ മറ്റേ ചിക്കൻ വെച്ച് പരീക്ഷണങ്ങൾ ചെയ്യും, തിന്നുകയും ചെയ്യും ഒരുപാട്. കുറച്ച് വറക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട് ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ വെച്ചു. ആ സമയം കൊണ്ട് മുളകും മല്ലിയും കൂടെ വറുത്തെടുക്കാം. മുളകും മല്ലിയും വറുത്ത് മാറ്റി വെച്ചിട്ട് അതേ ചട്ടിയിൽ തന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് നല്ലപോലെ വറുത്തെടുത്തേ. അതിനകത്തോട്ട് കുറച്ച് പെരിഞ്ജീരകം ഇട്ടായിരുന്നു. പിന്നെ ഇതെല്ലാം കൂടെ തട്ടിയിട്ടിട്ട് ഒന്നിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വറുത്തെടുത്തിട്ട് ഇടയ്ക്ക് ഞാൻ ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത്. അമ്മൂമ്മയൊക്കെ വിറകടുപ്പിൽ ഇത് ചെയ്തിട്ടുണ്ട്. അരകല്ലയിൽ അരച്ച്. അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് മിക്സിയാണ് എളുപ്പം. പിന്നെ അപ്പോഴത്തേക്ക് കുക്കറിലെ വെന്തായിരുന്നു. അതെല്ലാം എടുത്ത് മാറ്റി അങ്ങോട്ട് വെച്ചിട്ട് ചട്ടിക്കകത്തോട്ട് എണ്ണ ഒഴിച്ച് കടുക് ഇപ്പോഴും ഇടണ്ടായിരുന്നു. ഞാൻ കടുക് ഇരിക്കുന്നുണ്ടോണ്ട് അങ്ങ് ഇട്ട് പോയതാണ്. തേങ്ങാക്കൊത്തും ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് അതിലോട്ട് ചിക്കൻ മാത്രം ആദ്യം കോരിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി എടുത്തിട്ട് അതിനകത്തോട്ട് ഇതിൻ്റെ വെള്ളം കുക്കറിലുണ്ടല്ലോ അതും കൂടെ എടുത്തൊഴിച്ച് നല്ല കുറുകി വറ്റാറായി വന്നപ്പോഴത്തേക്ക് കടുവും പൊട്ടിച്ചിട്ടായിരുന്നേ. ചീനി അപ്പോഴത്തേക്ക് വെന്ത് കിട്ടി. അതിനകത്തോട്ട് തേങ്ങയും വെളുത്തുള്ളി, പച്ചമുളക്, കരിയാപ്പില, ജീരകം എല്ലാം കൂടി ഇട്ട് അരച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചീനിക്കകത്തിട്ട് അങ്ങനെ ചീനിയും കുഴച്ചെടുത്തു. കാരണമുള്ള ചിക്കൻ വെന്ത് കിട്ടിയായിരുന്നു. അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് മൈദയും കോൺഫ്ലവറും കൂടെ ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെളിച്ചെണ്ണയിലാണ് ഞാൻ വറുത്തെടുത്തത്. വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് കരിയാപ്പിലയും പെരിഞ്ജീരകവും ഇട്ടിട്ട് ഈ ചിക്കനും ഇതിനെ തട്ടിയിട്ട് നല്ലപോലെ വറുത്ത് മൊരിയിപ്പിച്ചെടുത്തേ. പിന്നെ ചീനി കുഴച്ചതും ചോറുണ്ടായിരുന്നു, സാമ്പാറും കാവ് വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ച് സൂപ്പറായിരുന്നു. പിന്നെ മറ്റേ ചിക്കൻ കറിയുടെ കൂട്ടിങ്ങനെ കോരിയിട്ട് കഴിക്കാൻ അങ്ങോട്ട് തോന്നിയില്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ബാക്കിയുള്ളവരെല്ലാം കഴിച്ച് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട്. പിന്നെ ചിക്കൻ നല്ലപോലെ വെന്ത് കിട്ടിയായിരുന്നു. ഇതാണ് ഗുണമുള്ള ചിക്കൻ, ഇതൊക്കെയാണ് സൂപ്പ് വെച്ച് കഴിക്കേണ്ടതെന്നൊക്കെ അമ്മ പറയും. പക്ഷേ ഈ ചിക്കൻ വരെ ആ ചിക്കൻ വരെ അതൊരു വേറെ ഇതല്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.